എന്നാത്തിനാടാ ഓടുന്നേ? എന്നാ പറ്റി? അതെ, കിഴക്കേ കണ്ടത്തെ വറീദേട്ടന്റെ പുതിയ വീടിന് തീ പിടിച്ചു. പെട്ടെന്ന് തീ കെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങനെയാ തീ പിടിച്ചതെന്ന് അറിയാമോ വറീദേ? ഇനി അറിയാൻ എന്തിരിക്കുന്നു ആശാനെ, എല്ലാം എന്റെ കുഴപ്പം തന്നെയാ. അതെന്നാ കാര്യം? വീട് വയ്ക്കുമ്പോ ചെലവ് ചുരുക്കാനായി ഞാൻ വയറിങ്ങെ കയറി ചെലവ് ചുരുക്കി. വില കുറഞ്ഞ വയറുകളും സ്വിച്ചുകളും ഒക്കെ വാങ്ങി. കൂലിക്കുറവുണ്ടല്ലോ എന്ന് നോക്കി ഒരു വയറിങ്ങുകാരനെ അങ്ങ് ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടാ അറിഞ്ഞത് അവന് വയറിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെന്നേ. ഇപ്പൊ എന്നാ സംഭവിച്ചു? കുറഞ്ഞ വയറായത് കാരണം ഇസ്തിരിപ്പെട്ടിയും മിക്സിയും കൂടി ഇട്ടപ്പം വയറിങ്ങിന് തീ പിടിച്ചു. നല്ല മെയിൻ സ്വിച്ച് അല്ലാത്തതിനാ മെയിൻ ഓഫ് ആയതും ഇല്ല. വീടിനും കയറി തീ പിടിച്ചു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ELCB ഉണ്ടെങ്കിൽ അപകടം ഒഴിവാക്കാൻ കഴിയും. ELCBയോ? എന്നതാ അത്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇടിമിന്നൽ, വയറിങ്ങിൽ ലീക്കേജ് ഇതൊക്കെ വരുമ്പോ ഇത് ഓട്ടോമാറ്റിക്കായി മെയിൻ കട്ടാക്കും. വയറിംഗ് നടത്തുമ്പോൾ മെച്ചപ്പെട്ട സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക. അംഗീകാരമുള്ള കഴിവുള്ള ഇലക്ട്രീഷ്യനെ തന്നെ പണിയേൽപ്പിക്കുക. വീട് പണി ചെയ്യുമ്പോൾ വയറിങ്ങിന്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അത് നിങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കാം. KSCB, കേരളത്തിന്റെ ഊർജം.